വെൽക്കം ടു ട്രൈഡൂട്ട്. നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് വീക്കിലി ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വീക്കിലി ചാർട്ടിൽ നോക്കുമ്പോൾ കഴിഞ്ഞ വീക്കിന്റെ ലോ ബ്രേക്ക് ചെയ്തിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് മാർക്കറ്റ് മുകളിലോട്ട് കയറി പോയിട്ടുണ്ട്. അപ്പോൾ ഈ ബ്രേക്ക് ചെയ്ത ലോയിനെ അടയാളപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ വീക്കിന്റെ ഹൈനെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഓപ്പണും ക്ലോസും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി വീക്കിലി ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് എന്ന് പറയുന്നത് ഒരു സപ്പോർട്ട് ഏരിയ വരുന്നത് കുറച്ച് താഴോട്ടാണ്. അതിൽ വന്നിട്ട് തവണ മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ട് മുകളിലോട്ട് പോയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിടുന്നുള്ളൂ. രണ്ടാമതൊരു വരാനുള്ള സാധ്യത കുറവായിട്ടാണ് കാണുന്നത്. വന്നാൽ തന്നെ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് നോക്കാം. ഇത്രയാണ് വീക്കിലി ചാർട്ടിൽ കാണുന്നത്. ഇനി നമുക്ക് വൺ ഡേ ചാർട്ടിലേക്ക് പോവാം. വൺ ഡേ ചാർട്ടിലേക്ക് നോക്കുന്ന സമയത്ത് ഇന്നലെ വളരെ സ്ട്രോങ് ആയിട്ടൊരു ബുള്ളിഷ് ക്യാൻഡിൽ തന്നിട്ടുണ്ട്. ബുള്ളിഷ് ക്യാൻഡിൽ തന്നതിന് ശേഷം മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്ത് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി ഒരു സപ്പോർട്ട് എടുത്തിട്ടാണ് മുകളിലോട്ട് പോകുന്നത് തോന്നുന്നത്. നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകുന്ന സമയത്ത് മനസ്സിലാവും. പക്ഷെ അതിന് മുന്നേ നമുക്ക് വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യാം. ആദ്യമായിട്ട് മാർക്ക് ചെയ്യുന്ന ഒരു സപ്പോർട്ട് ഏരിയ ആണ്. ഇനി റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഓൾ ടൈം ഹൈനെയാണ് മാർക്ക് ചെയ്യുന്നത്. ഓൾ ടൈം ഹൈ വരുന്നുണ്ട്, വീക്ക് ഹൈ വരുന്നുണ്ട്, വീക്ക് ക്ലോസ് വരുന്നുണ്ട്. ഇതെല്ലാം ചേർത്തിട്ടാണ് റെസിസ്റ്റൻസ് ഏരിയനെ മാർക്ക് ചെയ്യുന്നത്. ഇംബാലൻസ് ഇതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. നോക്കിയാൽ കാണാം ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. പക്ഷെ ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നെക്സ്റ്റ് ക്യാൻഡിൽ ക്ലോസ് ആവണം. അതായത് ഇന്നത്തെ ക്യാൻഡിൽ ക്ലോസ് ചെയ്തതിന് ശേഷമേ നമുക്ക് പറ്റുള്ളൂ. ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് കൂടുതൽ അനാലിസിസ് നടത്താം. അതിനു മുന്നേ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇന്ന് പ്രധാനപ്പെട്ട ന്യൂസുകളൊന്നും ഗോൾഡിനെ ബാധിക്കുന്നൊന്നുമില്ല. CAD-ലാണ് വരുന്നത്. CAD-ൽ വരുന്ന ഇന്ത്യൻ സമയം 6 മണിക്കാണ്. ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് നോക്കാം. ഗോൾഡിനെ കാര്യമായിട്ട് ബാധിക്കുന്നതല്ല. ആദ്യത്തെ ന്യൂസ് വരുന്നത് എംപ്ലോയ്മെന്റ് ചേഞ്ച് ആണ്. എംപ്ലോയ്മെന്റ് ചേഞ്ചിൽ ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഇസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് യൂഷ്വൽ എഫക്റ്റ് വരുന്നത്. ഇവിടെ നോക്കുന്ന സമയത്ത് കഴിഞ്ഞ തവണ മൈനസിലായിരുന്നു, ഇത്തവണ പ്ലസ്സിലാണ്. പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഫിഗറാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ കറൻസിക്ക് അത് അനുകൂലമായേക്കാം. ഇനി അടുത്തത് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ആണ്. അത് ആക്ച്വൽ ലെസ് ദാൻ ഫോർകാസ്റ്റ് ഇസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് കാണിക്കുന്നത്. കഴിഞ്ഞ തവണ 6.4 ആയിരുന്നു, ഇത്തവണ 6.5 ആണ്, കൂടുതലാണ് കാണിക്കുന്നത്. അപ്പോൾ ചെറിയൊരു ഫ്ലക്ച്വേഷൻ, അതായത് ചെറിയൊരു വീക്ക്നെസ് കറൻസിക്ക് കാണിക്കാം. പക്ഷെ രണ്ടും ഒരേ സമയത്ത് വരുന്ന ന്യൂസുകളാണ്. അപ്പോൾ അതുകൊണ്ട് എത്രത്തോളം എങ്ങനെയൊക്കെയായിരുന്നു എന്നൊന്നും പറയാൻ പറ്റില്ല. എനിവേ ഇത് കാര്യമായിട്ട് ഗോൾഡിനെ ബാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിലേക്ക് ഫോക്കസ് ചെയ്യുന്നില്ല. ഇനി ചാർട്ടിലോട്ട് പോയിട്ട് ടെക്നിക്കൽ അനാലിസിസ് നടത്താം. ചാർട്ടിൽ വൺ ഡേ ചാർട്ടിലാണ് നിൽക്കുന്നത്. ഇനി 4 ഹവറിലേക്ക് പോവാം. 4 ഹവറിലേക്ക് പോകുന്നതിന് മുന്നേ മാർക്കറ്റിന്റെ ഓവറോൾ ഗതിയൊന്ന് നോക്കാം. നോക്കിയാൽ കാണാം മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങിയിരുന്നു. ചെറിയ മൈനറായിട്ട് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് വീണ്ടും ഒരു സപ്പോർട്ട് എടുത്ത് ഓൾ ടൈം ഹൈ ആയിരുന്നു. ഇന്ന് ഓൾ ടൈം ഹൈയിൽ നിന്നായിരുന്നു താഴോട്ടേക്ക് ഇറങ്ങിയത്. വീണ്ടും അതിനെ ബ്രേക്ക് ചെയ്തു. ഒരു ഡീപ്പ് പുൾ ബാക്ക് വന്നു. പുൾ ബാക്ക് വന്നിട്ട് വീണ്ടും ഓൾ ടൈം ഹൈനെ അപ്രോച്ച് ചെയ്തു. പക്ഷെ അവിടെ നിന്ന് ക്ലിയർ ആയിട്ടുള്ള റിജക്ഷൻ തന്നു. വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടും ഇവിടെ നിന്നൊരു പുൾ ബാക്ക് തന്നെയാണ് തന്നിരിക്കുന്നത്. എക്സ്പെഷ്യലി ഇന്നലത്തെ ക്യാൻഡിൽ നോക്കിയാൽ കാണാം വളരെ സ്ട്രോങ് ആയിട്ടുള്ള എൻഗൾഫിംഗ് ആണ് തന്നിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസത്തെ ക്യാൻഡിലിനെ എൻഗൾഫിംഗ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഇൻഡിക്കേഷൻ തന്നത് കൊണ്ട് തന്നെ എക്സ്പെക്ട് ചെയ്യുന്നത് ഓൾ ടൈം ഹൈനെ ബ്രേക്ക് ചെയ്യുന്നതാണ്. ഇന്നത് ചെയ്യുമോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് പറയാൻ കഴിയില്ലെങ്കിലും നെക്സ്റ്റ് വീക്ക് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും നമുക്കത് അടുത്ത വീക്ക്ലി അനാലിസിസിൽ നോക്കാം. ഇന്നത്തെ ക്യാൻഡിൽ ക്ലോസ് ചെയ്തതിന് ശേഷം വീക്ക്ലി അനാലിസിസ് നോക്കാം. ഇനി നമുക്ക് 4 ഹവറിൽ പോയിട്ട് കുറച്ചും കൂടി സാധ്യതകൾ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് പരിശോധിക്കാം. 4 ഹവറിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് പോയി. മുകളിൽ നിന്ന് കോള് തന്നു. കോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡീപ്പ് പുൾ ബാക്ക് ആയിരുന്നു. വീണ്ടും മാർക്കറ്റ് സ്ലോലി ബിൽഡ് ചെയ്ത് മുകളിലേക്ക് പോകുന്നുണ്ട്. എനിവേ മുകളിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ അപ്രോച്ച് ചെയ്യുന്നത് അത്യാവശ്യം മോശമില്ലാത്ത റെസിസ്റ്റൻസ് ആണ്. വീക്കിലി ക്ലോസ് ഏരിയ ആണ്. അതിനെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അതിന്റെ കളർ ചേഞ്ച് ചെയ്തിടുന്നുണ്ട്, റെഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി 4 ഹവറിൽ അടയാളപ്പെടുത്താനുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതാണ്. ഇതൊരു നല്ലൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെ സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതിന്റെ തൊട്ട് മുകളിലൊരു സ്വിങ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സ്വിങ്ങിനെയും മാർക്ക് ചെയ്യുന്നുണ്ട്. അതിനെ സപ്പോർട്ടായിട്ട് തന്നെ മാർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നോക്കിയാൽ കാണാം 4 ഹവറിന്റെ ക്യാൻഡിൽ, ഇന്നത്തെ ക്യാൻഡിൽ ഏറെക്കുറെ അതിന്റെ അടുത്തോട്ട് വന്നിട്ടാണ് മുകളിലോട്ട് പോയിരിക്കുന്നത്. പിന്നെ അവിടെ നിന്ന് ചെറിയൊരു റിജക്ഷൻ വീണ്ടും കിട്ടുന്നുണ്ട്. അത് നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് നോക്കാം. നമുക്ക് അത് എങ്ങനെയാണ് ക്യാൻഡിൽ ഫോം ചെയ്തതെന്നുള്ളത് നോക്കാം. അതിന് മുന്നേ 4 ഹവറിന്റെ ഇമ്പോർട്ടന്റ് ഏരിയാസ് കുറച്ചും കൂടി മാർക്ക് ചെയ്യാനുണ്ട്. സപ്പോർട്ട് ഇവിടെ ഓൾറെഡി ഉണ്ട്. ഒരു ഡേ ക്യാൻഡിലിന്റെ സപ്പോർട്ട് ഉണ്ട്. ഒപ്പം തന്നെ 4 ഹവറിന്റെ സപ്പോർട്ടും കൂടി വരുന്നുണ്ട്. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്ന ഒരു ഏരിയ റെസിസ്റ്റൻസ് ആണ്.
ഒരു ഏരിയ റെസിസ്റ്റൻസ് ഇന്നലെയും പറഞ്ഞിരുന്നു അവിടുന്ന് റിയാക്ഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു ക്യാൻഡിൽ റിയാക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് സസ്റ്റെയിൻ ചെയ്തില്ല, വീണ്ടും മുകളിലേക്ക് തന്നെ കയറിപ്പോയി. ഇന്ന് അവിടെ എത്തുന്ന സമയത്ത് ഇപ്പോൾ ഒരു വീക്ക്നെസ് കാണിക്കുന്നുണ്ട്. ഒരു ബെയറിഷ് ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മാത്രമല്ല ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തത് മുകളിലോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുന്നുണ്ട്. ചിലപ്പോൾ അത് താഴോട്ടേക്ക് വരാനുള്ളൊരു സൈൻ ആയിരിക്കും. താഴോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള വരവായിരിക്കില്ല. ഈ ഒരു സപ്പോർട്ട് എടുത്തിട്ട് ചിലപ്പോൾ മുകളിലോട്ട് തന്നെ പോകും. അതെല്ലാം നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് നോക്കാം. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ, ഫോർവേഡ് ഇമ്പോർട്ടൻ്റ് ഏരിയ ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഒന്നുകൂടി നോക്കാം. പിന്നുള്ളത് വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ എന്ന് പറയുന്നത് നമ്മൾ ഡയല് ആൻഡ് വീക്ക്ലിയിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഓൾ ടൈം ഹൈ തന്നെയാണ്. അതിന് റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഇംബാലൻസുകളോ മറ്റൊന്നും ഇവിടെ കാണാനില്ല. ഉള്ളൊരു ഇംബാലൻസ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിലാണ്. വളരെ ചെറിയൊരു ഇംബാലൻസ് ആണ് സപ്പോർട്ടിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അവിടേക്ക് വരികയാണെങ്കിൽ മാർക്കറ്റ് നല്ല രീതിയിൽ റിയാക്ഷൻ കിട്ടും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അതിനെ അടയാളപ്പെടുത്തി വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് 4 ഹവറിൽ ചെയ്യുന്നത്. ഇനി നമുക്ക് 1 ഹവറിലേക്ക് പോവാം. 1 ഹവറിൽ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാൻഡിൽ ഇവിടെ നിന്ന് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊരു സസ്റ്റെയിൻ ചെയ്യാതെ വീണ്ടും താഴോട്ടേക്ക് തന്നെ വരുന്ന രീതിയിലാണ് കാണുന്നത്. ഒരു പക്ഷെ അത് ഒരു പുൾ ബാക്കിനായിരിക്കും വരുന്നുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഇപ്പം നിൽക്കുന്നത് എക്സാക്ട്ലി കറക്റ്റ് ഏരിയ ആണ്. ഇപ്പം നിൽക്കുന്ന ക്യാൻഡിലിന്റെ ഇതിൽ സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട്. എന്തായാലും അതൊന്ന് നോക്കാം നമുക്ക്. അതിനു മുന്നേ 1 ഹവറിൽ പ്രധാനപ്പെട്ട ഏരിയാസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. 1 ഹവറിൽ പ്രധാനപ്പെട്ട ഏരിയാസ് നമ്മൾ 4 ഹവറിൽ മാർക്ക് ചെയ്തത് തന്നെയാണ്. ഇനി ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു വിക്ക് റിജക്ഷൻ തന്ന ഒരു ഏരിയയാണ്. ആ ഏരിയ നമ്മൾ 4 ഹവറിലും വീക്ക്ലിയിലും ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് അങ്ങോട്ട് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ ഒരു പക്ഷേ റിയാക്ഷൻ കിട്ടുമായിരിക്കും. അങ്ങനെ റിയാക്ഷൻ കിട്ടുകയാണെങ്കിൽ ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി ഇവിടേക്ക് വരാനുള്ള സാധ്യത, ഇതിൻ്റെ ഉള്ളിലേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. പിന്നെ വീണ്ടും ഇവിടെ നിന്ന് ഒരു പക്ഷേ വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് തന്നെ പോവാം. എന്തായാലും നമുക്കത് വരണമെങ്കിൽ അല്ലെങ്കിൽ ഒരു എൻട്രി അവിടെ പോസിബിൾ ആവണമെങ്കിൽ നല്ല ക്ലിയർ ആയിട്ടുള്ള ക്യാൻഡിൽ കൺഫർമേഷൻ വേണം. പ്രത്യേകിച്ച് ഇവിടെ നോക്കിയാൽ കാണാം വരുന്നത് മാർക്കറ്റ് താഴോട്ടേക്ക് ഒരു വീക്ക്നെസ്സോട് കൂടി പുൾ ബാക്കോട് കൂടി വരും. പക്ഷെ പിന്നെ വന്നിരിക്കുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ക്യാൻഡിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇതേ നോക്കിയാൽ കാണാം അത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാത്തൊരു ക്യാൻഡിൽ ഇപ്പോൾ ഫോം ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ക്യാൻഡിൽ ക്ലോസ് ഒന്നും ആയിട്ടില്ല, ഇനിയും സമയമുണ്ട്. അപ്പോൾ താഴോട്ടേക്ക് ഇറങ്ങുന്നത് ഒരു പക്ഷേ സപ്പോർട്ട് എടുക്കാനായിരിക്കും. സപ്പോർട്ട് എടുക്കാനാണെങ്കിൽ കുറച്ചുകൂടി മുകളിലോട്ട് പോയിട്ട് ഈ റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് വീണ്ടും ഇതേ ഒരു പ്രക്രിയ തുടരാൻ സാധ്യതയുണ്ട്. 2-3 ക്യാൻഡിൽ താഴോട്ടേക്ക് ഇറങ്ങാം, എന്നിട്ട് അവിടെ വീണ്ടും റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും അപ്രോച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളതാണ്. അപ്പോൾ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സപ്പോർട്ടിൻ്റെ ഉള്ളിലേക്കോ അല്ലെങ്കിൽ ഇവിടെ ഈ ഒരു സപ്പോർട്ട് അതിൻ്റെ താഴെ വരച്ചിരുന്ന സപ്പോർട്ടിലേക്കോ വരാനുള്ള സാധ്യതയുണ്ട്. കൂടുതലും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഏരിയയിലേക്ക് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് 1 ഹവറിൽ വന്നിട്ട് സപ്പോർട്ട് എടുത്തിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിലേക്കായിരിക്കും കുറച്ച് ഇറങ്ങി വരിക. ഇറങ്ങി വന്നിട്ട് ഇവിടെ നിന്ന് മുകളിലോട്ട് പോകാനായിരിക്കും സാധ്യത. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഈ ക്യാൻഡിൽ എടുത്തിട്ടുണ്ട്, സപ്പോർട്ട് എടുത്ത് കഴിഞ്ഞ് ഈ റെസിസ്റ്റൻസ് ഏരിയയിൽ വന്ന് ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്ത് വീണ്ടും ഇവിടേക്ക് വന്നിട്ട് വീണ്ടും ഇങ്ങനെ മുകളിലോട്ട് പോവാം. അങ്ങനെയും പോകാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പോൾ ബൈ എൻട്രി ഇപ്പോൾ വെക്കുന്നത് ഒരു സ്വല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്രോച്ച് ചെയ്യുന്ന ഏരിയ ഇത്തിരി സ്ട്രോങ് ആയതുകൊണ്ട് ബൈ എൻട്രി നമുക്ക് വെക്കേണ്ട. സെൽ എൻട്രി പറഞ്ഞ പോലെ തന്നെ കൃത്യമായിട്ട് നമുക്ക് ഒരു ഐഡന്റിഫിക്കേഷൻ സെൽ എൻട്രി വെക്കാനുള്ള ഒരു ഏരിയ നമുക്ക് കിട്ടിയിട്ടില്ല. ഒരുപക്ഷെ ഇവിടെ വരുന്ന സമയത്ത് ചെറിയ ടൈം ഫ്രെയിമിൽ പോയതിനു ശേഷം ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു സ്കാൽപ്പിന് ഓപ്പർച്യൂണിറ്റി ഒരു 50-60 പിപ്പ് അല്ലെങ്കിൽ ഒരു 100 പിപ്പ് വരെ ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അത് കൺഫർമേഷനോട് കൂടി മാത്രം സെൽ എൻട്രി എടുക്കുക. പ്രത്യേകിച്ചും മാർക്കറ്റ് വളരെ ബുള്ളിഷാണ്. അത് സെൽ എൻട്രി എന്ന് പറയുന്നത് ഒരു കൗണ്ടർ ട്രെൻഡ് ആയിരിക്കും, എടുക്കുക. ഇനി ബൈ എൻട്രി നേരത്തെ പറഞ്ഞ പോലെ ഈ ഏരിയയിലേക്ക് വരുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത്. ഇവിടേക്ക് വരുന്നതാണ് ഏറ്റവും ബെറ്റർ ഏരിയ. ഇവിടെ നിന്നാവുമ്പോൾ നമുക്ക് അത്യാവശ്യം ധൈര്യത്തോടു കൂടി എടുക്കാം. അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന സമയത്ത് ഇനി പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കണം. ഇപ്പോൾ കാര്യമായിട്ടുള്ള പാറ്റേൺസ് ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അത് നോക്കിയതിന് ശേഷം അല്ലെങ്കിൽ ക്യാൻഡൽ റിജക്ഷനോ മറ്റുള്ള നോക്കിയതിന് ശേഷം നമുക്ക് ബൈ എൻട്രി എടുക്കാൻ പറ്റുള്ളൂ. ഇനി ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം. ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് ഇപ്പോൾ എന്തെങ്കിലും എൻട്രി സാധ്യതകളുണ്ടോ എന്ന് മറ്റൊക്കെ ഒന്ന് പരിശോധിക്കാം. ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകുന്ന സമയത്ത് മനസ്സിലാക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ 50 മിനിറ്റ്സിലാണ് ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത്. 50 മിനിറ്റ്സിൽ കഴിഞ്ഞ കുറച്ച് സമയങ്ങളായിട്ട് ഒരു നല്ല രീതിയിലൊരു കൺസോൾട്ടേഷൻ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്നലെ നമ്മൾ
അനാലിസിസ് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് ഒരു റിജക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു ഇവിടുന്ന്. പിന്നെ അതിങ്ങനെ സസ്റ്റെയിൻ ചെയ്യാണ്, മുകളിലോട്ടോ താഴോട്ടേക്ക് പോകാതെ സസ്റ്റെയിൻ ചെയ്യാണ്. അതിനെ പക്ഷെ അതൊന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് കാണുന്നുണ്ട്. താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് അതിന് അതുപോലെ തന്നെ ഒരു എൻഗൾഫിംഗ് തന്നിട്ട് ക്യാൻഡിൽ പാറ്റേൺ മുകളിലേക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സ്ട്രോങ് ആയിട്ടുള്ള പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. വീക്ക്നെസ് വീണ്ടും കാണിക്കുന്നുണ്ട് അവിടുന്ന് ഒരു ക്യാൻഡിലോട് കൂടി. അപ്പോൾ ഈ ഒരു കൺസോൾട്ടേഷൻ പീരീഡ് കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഒരു സപ്പോർട്ട് എടുത്തേക്കാം, അല്ലെങ്കിൽ മുകളിലോട്ട് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ചെറിയ ചെറിയ മൂവ്മെന്റ് നടത്തി മുകളിൽ നിന്ന് റെസിസ്റ്റൻസ് എടുത്ത് താഴോട്ടേക്ക് വരാം. ഇതാണ് ഇപ്പോഴത്തെ ഇത് കാണുന്ന സമയത്ത് എക്സ്പെക്ട് ചെയ്യുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് ഇറങ്ങി വരികയാണെങ്കിൽ ഈ താഴോട്ടേക്ക് ഈ ഏരിയയിലേക്ക് ഇറങ്ങി വരികയാണെങ്കിൽ അപ്രോച്ച് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതായിരിക്കാനാണ് സാധ്യത. ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്ത് പോയിട്ടുണ്ട്. ചിലപ്പോൾ മാത്രമായിരിക്കും അവിടേക്ക് എത്തുക, അല്ലെങ്കിൽ അതിന്റെ മുകളിൽ ഇവിടെ ഒരു ഇതുണ്ട്, അതും സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം സപ്പോർട്ട് എടുത്ത് പോയ ഏരിയകളാണ്. അപ്പൊ നമ്മൾ പ്രതീക്ഷ പോലെയും വരാതിരിക്കാം. പറഞ്ഞത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ക്ലിയർ ആയിട്ടുള്ള ഡയറക്ഷൻ തരാത്തതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. കാരണം നമ്മൾ ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകുന്ന സമയത്ത് മനസ്സിലാക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഏരിയസിൽ നിന്നൊക്കെ ക്ലിയർ ആയിട്ട് സപ്പോർട്ട് എടുത്ത് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. വരികയാണെങ്കിൽ ഒരിക്കൽ കൂടി വരികയാണെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം. ഇനി കുറച്ചും കൂടി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് റെസിസ്റ്റൻസ് ഏരിയ ഒന്ന് എങ്ങനെയൊക്കെയാന്നുള്ളത് നോക്കാം. ഇവിടെ നേരത്തെ പറഞ്ഞ റെസിസ്റ്റൻസ് ഏരിയ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന റെസിസ്റ്റൻസ് ഏരിയയാണ് 50 മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്നാണ് ഡ്രോപ്പ്, വലിയൊരു ഡ്രോപ്പ് റീടെസ്റ്റ് തന്നിട്ട് വലിയൊരു ഡ്രോപ്പ് സംഭവിച്ചിരിക്കുന്നത്. ഒരു സപ്ലൈ ഏരിയ ആണ്, നോക്കിയാൽ കാണാം വലിയൊരു ഡ്രോപ്പ് തന്നിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഏരിയനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് മിനിമം റിയാക്ഷനെങ്കിലും കിട്ടും. വലിയൊരു റിവേഴ്സൽ കിട്ടിയില്ലെങ്കിൽ റിയാക്ഷനെങ്കിലും കിട്ടും. അപ്പോൾ ഇവിടെ ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഈ ഒരു ഏരിയയിലേക്ക് എത്തുന്ന സമയത്ത് ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ അതൊന്ന് എല്ലാവരും ഒന്ന് പരിശോധിക്കുക. ചിലപ്പോൾ ഈ ഇവിടെ തന്നെ ആയിരിക്കും, ഈ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ചിലപ്പോൾ കിട്ടാം നിങ്ങൾക്ക്. ഇപ്പോൾ ഈ വരച്ചിരിക്കുന്ന ബ്ലൂ ഇതിൻ്റെ ഉള്ളിൽ നിന്ന്, അല്ലെങ്കിൽ അവിടെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ കിട്ടാം. അതും കിട്ടണമെങ്കിൽ നല്ലൊരു ക്യാൻഡിൽ സ്റ്റിക്ക് റിജക്ഷനോ അല്ലെങ്കിൽ പാറ്റേണോ ക്രിയേറ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ചാടി കയറി എടുക്കരുത്. ഇനി നമ്മുടെ സ്ട്രാറ്റജീസ് എന്തെങ്കിലും വർക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കാം. സ്ട്രാറ്റജീസിൽ ഇപ്പോൾ നോക്കുന്ന സമയത്ത് ഒരു ഇത് വരുന്നത് കുറച്ച് താഴെയാണ്. താഴെ എന്ന് പറയുന്നത് നേരത്തെ വരച്ചിരിക്കുന്ന ഒരു ഏരിയ നോക്കിയാൽ കാണാം, ഇവിടെയാണ്. ഇവിടേക്ക് വരുന്നത് പക്ഷെ പെട്ടെന്നൊന്നും വരാനുള്ള സാധ്യതയില്ല. പിന്നെ വരുന്നത് ഇതിലാണ്. ഇതിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു എൻട്രി ഉണ്ട്, പക്ഷെ അത് സൂക്ഷിച്ചെടുക്കുക. കാരണം ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും ഒരു പാറ്റേൺ ഉണ്ടോ, അല്ലെങ്കിൽ നല്ലൊരു ക്യാൻഡിൽ സ്റ്റിക്സ് റിജക്ഷൻ ഉണ്ടോ എന്നൊക്കെ നോക്കിയതിന് ശേഷം അത് 50 മിനിറ്റ്സിലാണ്. 50 മിനിറ്റ്സിൽ നിന്ന് പരമാവധി ആ സമയത്ത് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് നിയറസ്റ്റ് ആയിട്ടുള്ള ഹൈയിലേക്ക് മാത്രം ടാർഗറ്റ് വയ്ക്കുക, വലിയൊരു ടാർഗറ്റ് വയ്ക്കാതിരിക്കുക. കാരണം പറയാൻ എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഇപ്പം അതിന് താഴെയുള്ള ഒരു ഏരിയ, ഈ വരച്ചു വെച്ചിരിക്കുന്ന ഏരിയയിലേക്ക് എത്തുകയാണെങ്കിൽ വലിയൊരു സ്റ്റോപ്പ് ലോസ് ആയിരിക്കും. കാരണം 50 മിനിറ്റ്സിലാണ്. വലിയ സ്റ്റോപ്പ് ലോസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് മൂവ് ചെയ്യുക. മൂവ് ചെയ്തതിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിന്റെ സ്റ്റോപ്പ് ലോസ് താങ്ങാൻ പറ്റുന്ന സ്റ്റോപ്പ് ലോസ് വെക്കുക. അതുപോലെ തന്നെ വലിയൊരു ടാർഗറ്റ് വെക്കാതെ ചെറിയ ടാർഗറ്റ് വെക്കുക, നിയറസ്റ്റ് ഹൈ വെക്കുക. മിനിമം ഒരു 1:2 എങ്കിലും ഉണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക. എന്നിട്ട് മാത്രം ട്രേഡ് എടുക്കുക. നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ക്യാൻഡിൽ പാറ്റേൺ നല്ല സ്ട്രോങ് ആണ് എന്ന് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി എന്ത് ചെയ്യാം, നിങ്ങൾക്ക് റൈഡ് ചെയ്യാം. ഒരിക്കലും ലോസിലേക്ക് വരുത്തരുത്. റൈഡ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ SL റൈഡ് ചെയ്യാം, അതുപോലെ പ്രോഫിറ്റ് റൈഡ് ചെയ്യാം. റൈഡ് ചെയ്യുന്ന സമയത്ത് SL ഡെഫിനറ്റ്ലി കൊണ്ടുവന്ന് നിങ്ങളുടെ കോസ്റ്റിൽ വെക്കുക, ലോസ് വരുത്താത്ത രീതിയിൽ കോസ്റ്റിൽ വെക്കുക. റൈഡ് ചെയ്താൽ ഒരുപക്ഷെ നല്ലൊരു പ്രോഫിറ്റ് കിട്ടാനും സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും അതെല്ലാം ലൈവ് മാർക്കറ്റിൽ ഇരുന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ലൈവ് മാർക്കറ്റിൽ ഇരുന്ന് മാർക്കറ്റിനെ ഒബ്സർവ് ചെയ്ത് കൃത്യമായി എൻട്രി വരുന്നുണ്ടോ എന്നൊക്കെ നോക്കിയതിന് ശേഷം മാത്രം എടുക്കുക. ട്രേഡിംഗ് പഠിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് തന്നെ നമ്മളോടൊപ്പം നിൽക്കാം. താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ കയറി ജോയിൻ ചെയ്യുക.